ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഈ നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് അവരുടെ കനാൻ നാട്ടിലേക്ക് പോകുന്ന വിവരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾക്ക് അവർ പെസഹ ആചരിച്ചു എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. പെസഹ ആചരിച്ചതിന് ശേഷം അവർ യാത്ര പുറപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. പുറപ്പാട് പുസ്തകം 13:21-22. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഈസി ആയിട്ടുള്ളൊരു വാക്യമാണ് ഈ വാക്യം. അവർക്ക് പകലും രാവും അവർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ അപകടങ്ങളും അനർത്ഥങ്ങളും വഴിയിൽ പാമ്പും അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വെളിച്ചം വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഭയങ്കര ചൂടിൽ നിന്ന് അവർക്ക് വിടുവിക്കുന്നതിന് അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് മരുഭൂമിയാണ്. അതുകൊണ്ട് മേഘസ്തംഭം എന്ന് വെച്ചാൽ അവർക്ക് ചൂടെടുക്കാതെ വണ്ണം അവർ യാത്ര സുഗമമായി പോകത്തക്കവണ്ണം രാവും പകലും അവർ യാത്ര ചെയ്യുവാൻ തക്കണം. അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടത് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ ആ വാക്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര പ്രൊട്ടക്ഷനോട് കൂടിയാണ് അവർ ആ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തത്. ഇന്നും നമ്മൾക്ക് ആ പ്രൊട്ടക്ഷൻ ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ട് കേട്ടോ. ഇന്നും നമ്മൾക്ക് ആ പ്രൊട്ടക്ഷൻ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. പുറപ്പാട് 13:21-22. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തതുപോലെ 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റംസോസിൽ നിന്ന് സുക്കോത്തിലേക്ക് കാൽനടയായി പുറപ്പെട്ടു. ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് 430 സംവത്സരം അടിമയായിട്ട് ആയിരിക്കുമെന്ന്. എന്നാൽ അതിന് മുമ്പോ അല്ല, അത് കഴിഞ്ഞിട്ട് ഒത്തിരി ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ല, ആ ദിവസം തന്നെ ഇസ്രായേൽ മക്കൾ, അതൊരു അത്ഭുതമല്ലേ? 430 ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞിട്ടെന്നല്ല. നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇന്ന ദിവസം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകും. പക്ഷേ ചിലപ്പോൾ ആ ദിവസം തന്നെ നമുക്ക് പുറപ്പെടാൻ സാധിക്കാതെ വരും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ആ ദിവസം തന്നെ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റംസോസിൽ നിന്ന് സുക്കോത്തിലേക്ക് കാൽനടയായി പുറപ്പെട്ടു. യോസേപ്പ് പറഞ്ഞതുപോലെ അവർ യോസേപ്പിൻ്റെ അസ്ഥികളെയും എടുത്തുകൊണ്ട് പോന്നു. ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. അവർ സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏതാമിൽ പാളയമിറങ്ങി. അവിടെയാണ് നമ്മുടെ വാക്യം പറയുന്നത്. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടത് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കൾ പോയി കഴിഞ്ഞപ്പോൾ തങ്ങളുടെ അടിമകൾ നഷ്ടപ്പെട്ടു. അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഫറവോൻ തീരുമാനിച്ചു. ഫറവോന് 10 അത്ഭുതങ്ങൾ ദൈവം ചെയ്തതാണ്. എന്നിട്ടും ഫറവോൻ പഠിച്ചില്ല. അവൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനമാക്കിയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ദൈവം പരീക്ഷകൾ തരുമ്പോൾ, കഷ്ടതകൾ തരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് നമുക്കിത് വരുന്നതെന്ന്. വീണ്ടും വീണ്ടും കർത്താവ് നമ്മളെ അടിക്കുവാൻ നമ്മൾ ഇട കൊടുക്കരുത് കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ ഫറവോൻ 10 പ്രാവശ്യം ഉള്ള ബാധകൾ കൊടുത്തു. എന്നിട്ടും വീണ്ടും വീണ്ടും അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. അവൻ വിചാരിച്ചു ഇനിയും അവനൊരു ചാൻസും കൂടി ഉണ്ടെന്ന്. അവരുടെ അടിമകൾ നഷ്ടപ്പെട്ട് അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. ജനത്തെ വിട്ടയച്ചതിൽ അവൻ്റെ മനസ്സ് മാറി. അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടരുവാൻ തീരുമാനിച്ചു. ഫറവോൻ്റെ വിശേഷപ്പെട്ട 600 രഥങ്ങളും മിസ്രൈമിലുള്ള സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. മാത്രമല്ല ഫറവോൻ്റെ എല്ലാ കുതിരപ്പടയെയും സൈന്യവുമായി ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. അത്രയും ഇസ്രായേൽ മക്കളിൽ മിസ്രൈം ദേശത്ത് ഈ ബാധകൾ വന്നപ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം സൂക്ഷിച്ച വിധങ്ങളെല്ലാം അവരും കണ്ടതാണ്.
അതുപോലെ തന്നെ കടിഞ്ഞൂൽ സംഹാരത്തിൽ ഇസ്രായേൽ മക്കളുടെ ഒരു കടിഞ്ഞൂൽ പോലും നഷ്ടപ്പെടാതിരുന്നത് ഈ ഫറവോൻ കണ്ടതാണ്. എന്നിട്ടും അവൻ ഹൃദയം കഠിനമാക്കി. ഇസ്രായേൽ മക്കൾ നോക്കിയപ്പോൾ പിമ്പിൽ ഫറവോനും സൈന്യങ്ങളും വരുന്നത് കണ്ടു. അവർ ഭയന്നു. പിറകിൽ മിസ്രൈം സൈന്യം, മുൻപിൽ ചെങ്കടൽ. അവർ മോശയോട് പറഞ്ഞു, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? ദൈവം ചെയ്ത എല്ലാ നന്മകളും അവർ മറന്നു. മോശ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, യഹോവ നമ്മോട് കൂടിയുണ്ട്. യഹോവ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മിസ്രൈമിൻ്റെ ഫറവോൻ്റെ ഹൃദയം ആ തരത്തിൽ കഠിനപ്പെട്ടു. ഇസ്രായേൽ മക്കളോ അവർ കണ്ടതാണ് മിസ്രൈമരിൽ വെട്ടുക്കിളി, അതുപോലെ തന്നെ ബാധ, സ്പർശിക്കത്തക്ക ഇരുള്, ഇതെല്ലാം തേനീച്ച, ഇതെല്ലാം ഉണ്ടായപ്പോൾ അവരുടെ ദേശത്ത് ഒരു കുഴപ്പവുമില്ലാതെ അവരെ സൂക്ഷിച്ച കാര്യം ഇസ്രായേൽ മക്കൾ കണ്ടതാണ്. മാത്രമല്ല അവരുടെ എല്ലാ കടിഞ്ഞൂലുകളെയും രക്ഷപ്പെടുത്തിയതും ഇസ്രായേൽ മക്കൾ കണ്ടതാണ്. എന്നിട്ടും ഒരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ വീണ്ടും പ്രശ്നം വന്നപ്പോൾ, നമ്മളൊക്കെ അങ്ങനെയാണ്, ഒരു പ്രശ്നം വന്നപ്പോൾ വീണ്ടും അതെല്ലാം അങ്ങ് മറന്നിട്ട് അവർ പിറുപിറുക്കുകയാണ്. എന്നാൽ മോശ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, യഹോവ നമ്മോട് കൂടിയുണ്ട്. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ മോശയോട് പറഞ്ഞു, നിൻ്റെ വടിയെടുത്ത് കൈ ചെങ്കടലിൽ നീട്ടുക. മോശ നീട്ടി, ചെങ്കടൽ രണ്ടായി പിളർന്നു. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഫറവോനും സൈന്യങ്ങളും ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. യഹോവയാണ് ചെയ്തതെന്ന് അവർ മറന്നുപോയി. അവർ വേഗം അവരുടെ തക്കം കിട്ടിയ സമയം ഓർത്ത് അവർ വേഗം ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. ഇസ്രായേൽ മക്കളുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി. അങ്ങനെ ഇസ്രായേൽ മക്കൾ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. അവർ വേഗം ആ ചെങ്കടൽ കടന്നു. മിസ്രൈമിൽ മേഘവും അന്ധകാരവുമായിരുന്നു. പ്രഭാതയാമത്തിൽ യഹോവ മിസ്രൈം സൈന്യത്തെ ഒന്ന് നോക്കി. മിസ്രൈം സൈന്യം താറുമാറാക്കി, രഥചക്രങ്ങളെ തെറ്റിച്ചു, ഓട്ടം പ്രയാസമാക്കി. മിസ്രൈമർ പറഞ്ഞു, നാം ഇസ്രായേലിനെ വിട്ടുമാറുക, യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തുകൂടി ചെങ്കടൽ കടന്നു. യഹോവ മോശയോട് പറഞ്ഞു, വെള്ളം മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക. മോശ കടലിന്മേൽ കൈ നീട്ടി. കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങിയെത്തി. എത്ര സർവശക്തനായ ദൈവമാണ് നമുക്കുള്ളത്. മിസ്രൈം സൈന്യം എല്ലാം വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇതിൽ അനേക ഗുണപാഠങ്ങളുണ്ട്. നമുക്ക് ഒന്നാമതായി, ദൈവിക കരുതൽ വലിയതാണ്. ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കടന്നു. എന്നാൽ മിസ്രൈം സൈന്യവും ചെങ്കടലിൽ മുങ്ങി മരിച്ചു. ദൈവത്തിൻ്റെ കരുതൽ. രണ്ടാമതായിട്ട്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും മുഖാന്തരം ദൈവം തൻ്റെ ജനത്തെ വഴി നടത്തി. ഇന്നും അവനിൽ ആശ്രയിക്കുന്നവരെ നേരായ പാതയിൽ ദൈവം വഴി നടത്തും. മൂന്നാമതായിട്ട്, ദൈവം എല്ലാ സമയത്തും ചെയ്യുന്ന, ദൈവം പറഞ്ഞതുപോലെ തന്നെ 430 വത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ അവരെ പുറപ്പെടുവിച്ചു. നാലാമതായിട്ട്, ഇസ്രായേൽ ദൈവത്തിലേക്ക് നോക്കുന്നതിന് പകരം ചുറ്റുപാടിൽ നോക്കിയപ്പോൾ അവർ ഭയന്നു. മാത്രമല്ല അവർ പ്രവർത്തിച്ചു, ദൈവത്തോട് പാപം ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും അങ്ങയിലേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പിറുപിറുക്കാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പലപ്പോഴും ഞങ്ങൾ പിറുപിറുക്കുന്നവരാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് അങ്ങുണ്ട്, അങ്ങയുടെ ശക്തിയുണ്ട്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭയമില്ലാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൂടെ കൈ അമർത്താൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.